വീട്ടുകാരും എല്ലാവരും നിങ്ങളെ പഠിച്ചു തരും. നീ എന്താ പഠിച്ചില്ല, നീ എന്താ അങ്ങനെയില്ല. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് അലൻ ഷാ. ഞാൻ ഒരു +2 വിദ്യാർത്ഥിനിയാണ്, സ്റ്റേറ്റ് സിലബസ് സ്റ്റുഡൻറ്റ്. നിങ്ങൾ ഒരു +1 +2 വിദ്യാർത്ഥിനാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മുടെ ക്രിസ്മസ് എക്സാം എത്രത്തോളം ഡിഫിക്കൽട്ടീസ് ആയിരുന്നു എന്ന്. കമ്പയർ ടു പ്രീവിയസ് ഇയേഴ്സ് നമ്മുടെ പാറ്റേൺസ് മാറി, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന രീതി മാറി, ന്യൂമറിക്കൽ ലെവൽ കുറച്ച് കൂടുതൽ വന്നു. പിന്നെ അങ്ങനെ ഡെപ്ത് ഓറിയൻറ്റഡ് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഞാൻ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഓൺ എക്സാമിന് 4-5 സബ്ജക്റ്റിൽ A+ ഉണ്ടായിരുന്നു. സോ അതേ സമയത്ത് എനിക്ക് ക്രിസ്മസ് എക്സാമിൽ വരുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല റിഗ്രറ്റ് ഉണ്ട്. എനിക്ക് അത്ര മാർക്കൊന്നും ഇല്ല. പിന്നെ കുറച്ച് കൂടുതൽ ഡെപ്തിൽ ചോദിച്ച കാരണം ഞാൻ നേരെ പഠിച്ചില്ല പറഞ്ഞാൽ പഠിച്ചു, എന്നാലും ഉറക്കമൊഴിച്ച് ചില സബ്ജക്ട്സൊക്കെ പഠിച്ചു. ബട്ട് എക്സാം സമയത്ത് അവിടെ പോയിട്ട് ഞാൻ ഉറങ്ങി. ഞാൻ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ എക്സാം സമയത്തിൻ്റെ 1 മാസം മുമ്പ് എനിക്ക് ഒരു ചെറിയ ആക്സിഡൻറ്റിനെ പറ്റി എൻ്റെ കൈ ഓടുന്നു. അപ്പോൾ എനിക്ക് 1 മാസത്തോളം സ്കൂളിൽ പോകാൻ പറ്റിയില്ല. കൺഗ്രാറ്റ്സ് ഇല്ല, അങ്ങനെ കുറേ ക്ലാസ് പെൻഡിങ് വന്നു. പിന്നെ സ്കൂളിൽ പോകാൻ പറ്റാത്ത കാരണം കൈ ഓടിനിരിക്കുകയായിരുന്നു. ഇതുപോലെ കണ്ടല്ലോ, കൈ ഓടിനിരിക്കുകയായിരുന്നു. സോ ഞാൻ കുറച്ച് കൂടുതൽ ഉഴപ്പി, അത്ര പഠിച്ചൊന്നുമില്ല. കുറേ ക്ലാസ് പെൻഡിങ് വന്നു, ലാബിൽ പോയി, ഇതുപോലെ ആയിരുന്നു. മന്ത് ഓർക്കാൻ എനിക്ക് പറ്റുന്നില്ല, നല്ല ഡിഫിക്കൽട്ടീസ് ആയിരുന്നു. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവല്ലോ ക്രിസ്മസ് എക്സാം എത്രത്തോളം ആയിരുന്നു എന്ന്. അപ്പോൾ January 1st ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. എനിക്കറിയാം എൻ്റെ ഈ വീഡിയോ കുറച്ചൊക്കെ ഓക്വേർഡ് ആയിരിക്കുന്നത്, കാരണം ഫസ്റ്റ് ടൈമാണ് ഫോൺ ക്യാമറ കൊണ്ട് ഷൂട്ട്സ് ചെയ്യുന്നത്. ഞാൻ ഒരു പറഞ്ഞാൽ ക്യാമറ ഷൈ പേഴ്സണാണ്. പിന്നെ ഗൈസ്, നിങ്ങൾക്ക് നെക്സ്റ്റ് മെയിൻ കാര്യം പറഞ്ഞാൽ നമ്മുടെ കേരള ഗവൺമെൻറ് എഡ്യൂക്കേഷൻ ബോർഡ് കൊണ്ട് നല്ലോണം പഴയ ചാറുണ്ട്. നമ്മുടെ എക്സാം ടൈം ടേബിൾ മാറിയില്ല, എന്തോ പോലത്തെ ടൈം ടേബിളാണ്. ആ സമയത്ത് ഉച്ചയ്ക്കാണ് എക്സാംസൊക്കെ, നോമ്പുണ്ടാവും, അതുണ്ടാവും, കുറേ ഡിഫിക്കൽട്ടീസ് ആയിരുന്നു നമുക്ക്. +1 ഇങ്ങനെ ഉണ്ടായിരുന്നു. നമ്മുടെ +1 മാത്സ് എത്രത്തോളം ഡിഫിക്കൽട്ടീസ് ആയിരുന്നു. പാറ്റേൺസ് മാറി, പിന്നെ മറ്റേ മോഡലിനെ പോലെ അല്ലായിരുന്നു ക്വസ്റ്റ്യൻസ് ഒന്നും. അങ്ങനെയൊക്കെ പറഞ്ഞ കാരണമാണ് ഈ കേരള ഗവൺമെൻറ് ഈ പ്രാവശ്യം ക്വസ്റ്റ്യൻസൊക്കെ പാറ്റേൺസൊക്കെ മാറി വരുന്നു. ഇപ്പോൾ നിങ്ങൾ കൂടുതലും NCERT ഓറിയൻറ്റഡ് ആയി ക്വസ്റ്റ്യൻസ് ചെയ്യാനും, പിന്നെ കൂടുതലും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് കോൺസെപ്ച്വൽ രീതിയിൽ പഠിക്കണം. ശരിക്കും പറഞ്ഞാൽ സ്റ്റഡി പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം ഡെപ്തിൽ ഓരോരോ കാര്യങ്ങൾ, ഓരോരോ സബ്ജക്ട്സും ഓരോരോ ടോപ്പിക്സും പഠിച്ചു മനസ്സിലാക്കിയാണ് സ്റ്റഡീന് വാക്കിൻ്റെ അർത്ഥമേ. പിന്നെ നമ്മുടെ ഈ എക്സാമൊന്നും സത്യം പറഞ്ഞാൽ കാര്യമില്ല പറഞ്ഞാൽ മാർക്ക് വേണം, ഭാവിയിൽ ആവശ്യം വരുമായിരിക്കും. ബട്ട് നിങ്ങൾ പഠിക്കുന്നത് ആ മൈൻഡ് സെറ്റിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എക്സാമിൽ ഗുഡ് മാർക്ക് സ്കോർ ചെയ്യാൻ നല്ല ഗുഡ് മാർക്ക് സ്കോർ ചെയ്യും. സോ ഞാൻ വേറൊരു കാര്യം പറയുന്നത്, ഇപ്പോൾ January 1st ഇനി 2 മാസം കൂടി കഴിഞ്ഞാൽ നമുക്ക് മോഡലായി. പിന്നെ ജനുവരി അടുത്ത ആഴ്ച ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പ്രാക്ടിക്കലിൻ്റെ മോഡൽ തുടങ്ങുകയാണ്. സോ അതിൻ്റേതായി കുറച്ച് ദിവസങ്ങൾ ലീവ് കിട്ടുമെന്ന് പറയുന്നു. ആ സമയത്തും തിയറി നിങ്ങൾ പഠിക്കണം. പറഞ്ഞു വന്നത് എത്രയേ ഉള്ളൂ, ലാബ് ഒക്കെ ആയിട്ട് കുറേ ക്ലാസ് മിസ്സാവും. അപ്പോഴും നിങ്ങൾക്ക് വല്ല ബാഡ് ഹാബിറ്റോ അല്ലെങ്കിൽ അപ്പോഴും നിങ്ങളുടെ ലൈഫ് റൂൺ ചെയ്യുക പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് മടി പിടിച്ച് പഠിക്കാണ്ട് ഒന്നും ചെയ്യാണ്ടിരുന്നെങ്കിൽ നിങ്ങളുടെ ലൈഫ് മൊത്തം അവതാളാവും സത്യം പറഞ്ഞാൽ. പിന്നെ എക്സാം സമയത്ത് നിങ്ങൾ വിചാരിക്കും, അപ്പോൾ കുറേ റിഗ്രറ്റ് അടിക്കും, എന്താണ് ആ സമയത്ത് പഠിച്ചില്ല, അവസാനത്തെ സമയത്ത് പഠിക്കാൻ എനിക്കൊന്നും കിട്ടില്ലല്ലോ വിചാരിക്കും. +2 റിസൾട്ട് വന്ന ദിവസം നിങ്ങൾ വന്നിട്ടില്ല എനിക്കറിയാം, വരാണ് ആ ദിവസം നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ എങ്ങനെയാണ് കാണേണ്ടത്, നിങ്ങൾ കണ്ണടിച്ച് നിങ്ങൾ സ്വയമായിട്ട് തിങ്ക് ചെയ്യും. ഇല്ലെങ്കിൽ ആ ദിവസം നിങ്ങൾക്ക് മനസ്സിലാവും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും നിങ്ങളെ പഠിച്ചു തരും. നീ എന്താ പഠിച്ചില്ല, നീ എന്താ അങ്ങനെയില്ല. പിന്നെ എല്ലാവരും കൂടുതൽ റെസ്പോൺസിബിലിറ്റി വരും, കുറേ ഡിഫിക്കൽട്ടീസാണ്. സോ അതൊന്നും ഇല്ലാതിരിക്കാൻ നിങ്ങൾക്ക് എപ്പോഴേ പഠിച്ച് തുടങ്ങാം. ഞാനും സ്ക്രാച്ച് മുതലേ പഠിച്ച് തുടങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഈ വീഡിയോ 10 ദിവസം മുമ്പേ ഇടണം, ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമെന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഇടാൻ പറ്റിയില്ല. എനിവേ ഗൈസ്, നിങ്ങൾക്ക് ഞാൻ പറയുന്ന പോലെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ, കുറച്ചെങ്കിലും മോട്ടിവേഷൻ വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ, അവയർനെസ് ആയിട്ടുണ്ടെങ്കിൽ, ഹാപ്പി ആയില്ലെങ്കിൽ ഒന്നും പറയാനില്ല ബ്രദർ. അവസാനം നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ റൂം ഉണ്ടാവും, അവതാളത്തിലാക്കും. ലൈഫിൽ നിങ്ങൾ വല്ല സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ, നിങ്ങൾക്ക് വാല്യൂ കിട്ടുകയാണെങ്കിൽ പഠിച്ചാലേ പറ്റൂ. പിന്നെ എൻ്റെ ഇപ്പോഴത്തെ പെർസ്പെക്റ്റീവിൽ അങ്ങനെ പറയേണ്ടത്. നിങ്ങൾക്ക് ഇന്നും മോട്ടിവേഷൻ കിട്ടിയില്ല പറഞ്ഞിരുന്നാൽ അവസാനം നിങ്ങൾക്ക് ഒന്നും കഴിയാൻ പറ്റില്ല. എക്സാമിന് നല്ല മാർക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. ഫോർ മീ ക്രിസ്മസ് എക്സാം എൻ്റെ
ഇന്ത്യയിൽ നല്ലവണ്ണം ടഫായിരുന്നു. ടഫ് പറഞ്ഞാൽ ഞാൻ നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു. ഓൺ എക്സാമിന് എനിക്ക് കുഴപ്പമില്ല, ക്രിസ്മസ് എക്സാമിന് എനിക്ക് കുഴപ്പിച്ചു. എന്താ പറയുക, കുറച്ച് മനസ്സൊക്കെ ഡൗൺ ആയി, അങ്ങനെയൊക്കെ ആയിരുന്നു സംഭവങ്ങളൊക്കെ. സോ നിങ്ങൾ ഇത് ഇപ്പോൾ എനിക്ക് ഉണ്ടായത് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലതായിട്ട് തോന്നിയത്. കാരണം ഇത് ബോർഡ് എക്സാമിനാണെങ്കിൽ ഞാൻ സൂസൈഡ് വേണമെങ്കിൽ മേ ബി ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു എൻ്റെ ക്രിസ്മസ് എക്സാം. അത്രയും അവതാളത്തിലായിരുന്നു. സോ ഇത് നിങ്ങൾക്കൊരു വലിയൊരു അവസരമായിട്ട് നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ച് ഇനിയുള്ള 2 മാസം എങ്ങനെയും കഷ്ടപ്പെട്ട് പഠിച്ച് 2 മാസം, 3-ാമത്തെ മാസം നമുക്ക് എക്സാമില്ലേ, ആ 3-ാമത്തെ മാസം എക്സാമിന് കഷ്ടപ്പെട്ട് പഠിച്ച് നിങ്ങളുടെ മാർക്ക് എത്രത്തോളം ഉയർത്താൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നലുണ്ടോ അത്രയും ഉയർത്തിയിട്ട് നിങ്ങൾ കാണിച്ചു കൊടുക്കും നിങ്ങൾ ആരാണെന്ന്. നിങ്ങൾ കളിയാക്കിയ ടീച്ചേഴ്സ് ആണെങ്കിലും, നിങ്ങളെ കളിയാക്കിയ ഫ്രണ്ട്സ് ആണെങ്കിലും, നിങ്ങളെ കളിയാക്കിയ പാരൻസ് ആണെങ്കിലും ഒരു ദിവസം അവർ നിങ്ങളെക്കുറിച്ച് അഭിമാനിക്കും. എന്താ പറയുക, പ്രൗഡ്, അതെല്ലാം ഉദ്ദേശിച്ചത്, പ്രൗഡ്. സോ ഗൈസ്, വി വാണ്ട് ടു വർക്ക് ഹാർഡ് ടു അച്ചീവ് അവർ ഗോൾസ്. ഗോൾ ചെറിയ ഗോളാണെങ്കിലും അത് പണിയുണ്ട്. എവറിത്തിങ് ഈസ് ഈസി ബട്ട് നോട്ട് സിമ്പിൾ. ഇത്ര പറയാനുള്ളൂ ഗൈസ്. പിന്നെ ഈ വീഡിയോയിലൂടെ ഞാൻ എൻ്റെ സ്റ്റഡി വ്ളോഗ് എന്നാണ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം സമയം 12 മണി. ഇപ്പോൾ പഠിക്കാണ്, മാത്സാണ്, ഇൻ്റർഗ്രൽസ്. എന്തായാലും 2 മണിക്കൂറും കൊണ്ട് പഠിക്കാൻ പറ്റില്ല എന്നറിയാം. എനിക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റുമെന്ന് ഇതൊരു സ്റ്റഡി വ്ളോഗാണ്, അതല്ല ഞാൻ എന്താ ഉദ്ദേശിച്ചത്. എനിക്ക് എത്രത്തോളം ഞാൻ ഫോക്കസ് ചെയ്തു എന്നോ അത്രത്തോളം ഞാൻ പഠിച്ച് ഈ ഒരു സ്റ്റഡി വ്ളോഗ് കംപ്ലീറ്റ് ചെയ്യും ഞാൻ. അതൊക്കെ അത്രേ ഉള്ളൂ. പിന്നെ ഗൈസ്, ഇതൊരു സെൽഫ് റിമൈൻഡറാണ്. ഈ വീഡിയോ എടുക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ കൂടുതലും പേർക്കൊന്നും കാണാൻ പറ്റിയില്ല എന്ന് വരാം. മേ ബി ഇത് അത്ര വ്യൂസൊന്നും പോയില്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിവേ ഗൈസ്, തോന്നുന്നുള്ളൂ. ബട്ട് ഈ വീഡിയോ എടുക്കുന്ന വലിയ ഒരു അച്ചീവ്മെൻറ്റ് തന്നെയാണ് എനിക്ക്. കാരണം സ്ലോ പ്രോഗ്രസ് ഈസ് ആൾസോ എ പ്രോഗ്രസ്. ബട്ട് നീ ഒന്നും ചെയ്തില്ലെങ്കിൽ ഒരു പ്രോഗ്രസ്സും ഉണ്ടാവില്ല. സോ അത്ര ഉള്ളു പറയാൻ ഗൈസ്. നിങ്ങൾക്ക് ഇപ്പോൾ പണിയെടുത്ത ഭാവിയിൽ കുറച്ച് റിലീഫ് ഉണ്ടാവും. സ്റ്റഡി വ്ളോഗിലേക്ക് കിടക്കാം. ബൈ. A few moments later. ഹലോ ഗൈസ്, ഏകദേശം മാത്സിൽ ഇൻ്റഗ്രൽസിൽ 2 ടോപ്പിക്സ് കവർ ചെയ്തു. ഇൻ്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷനും സം പർട്ടിക്കുലർ ഫംഗ്ഷനും. ഇപ്പോൾ ഏകദേശം 12:44. The next day. ഹലോ ഗൈസ്, ഞാൻ 4 മണിക്ക് എണീച്ച് കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.
ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വീഡിയോ ഷൂട്ടായില്ല. കുഴപ്പമില്ല, ഞാൻ ഇൻ്റർഗിൾസ് കുറച്ച് കൂടുതൽ നോക്കി. നിനക്ക് ഡെഫിനറ്റ്ലി ഇൻ്റർഗിൾസ് മാത്രം ടോപ്പിക് പഠിച്ചാൽ മതി. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു വന്നത് കുറച്ചെങ്കിലും ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടെങ്കിലും കുറച്ചെങ്കിലും അവയർനെസ് ആയിട്ടുണ്ടെങ്കിലും എനിക്ക് ചെറുതായിട്ട് ഹാപ്പിനെസ് ആണ്. എനിവേ ഗൈസ്, ഈ വീഡിയോയിലൂടെ ഞാൻ മോറൽ ഓഫ് ദ സ്റ്റോറി ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് പെയിൻ ഓഫ് റിഗ്രറ്റ് ഇസ് ബിഗർ ദാൻ പെയിൻ ഓഫ് ഹാർഡ് വർക്ക്. നിങ്ങൾ ചെയ്യുന്ന ഹാർഡ് വർക്കിനെക്കാട്ടും വളരെ വലിയ പെയിൻ ആയിരിക്കും നിങ്ങൾ ഇപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാണ്ട് അവസാന റിഗ്രറ്റ് അടിക്കുന്നത്. സോ ഗൈസ്, വീഡിയോ കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. എനിക്കറിയാം ഇതൊരു പെർഫെക്റ്റ് വീഡിയോ ആയിരിക്കില്ല എന്ന്. ഇനി ഞാൻ ഇന്നുള്ള വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത്രയുള്ള ഗൈസ്, ബി മോട്ടിവേറ്റഡ്.